എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചട്ടിയിൽ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് എങ്ങനെ നമുക്ക് നടാമെന്നാണ്. അപ്പം നടുന്നതിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണെന്നും അത് നടുന്ന രീതികളും എല്ലാം നമുക്ക് കാണാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഇവിടെ നടാൻ എടുത്തിരിക്കുന്നത് വിയറ്റ്നാം മാൾട്ട ഓറഞ്ച് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ പോട്ടിലോട്ട് നടുന്നതെന്ന് നോക്കാം. ഈ പോട്ടിലാണ് നമ്മൾ നടാൻ പോകുന്നത്. പുതിയ പോട്ട് മേടിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇതിന്റെ ഹോളുകളെല്ലാം. ചിലതിന് നമുക്ക് ഹോൾ ഇടേണ്ടതായിട്ട് വരും. ഇത് നല്ലപോലെ ഹോൾ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ പോട്ട് ചെയ്യാവൂ. നല്ലപോലെ ഹോൾ ഉള്ളതിൽ നമ്മൾ പോട്ട് ചെയ്താൽ വെള്ളമൊന്നും ഇതിനകത്ത് കെട്ടി നിൽക്കത്തില്ല. അന്നേരം നമ്മുടെ ചെടി ചീഞ്ഞു പോകാനും സാധ്യതയില്ല. മണ്ണിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, പെർലൈറ്റ്, ചാണകപ്പൊടി, പിന്നെ നമ്മൾ എടുക്കുന്നത് തൊണ്ടിന്റെ കഷ്ണം ചെറിയ പീസുകളാക്കിയത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മളൊരു ജൈവ സെളറി ഉണ്ടാക്കിയായിരുന്നു പുല്ലുകൾ വെച്ചിട്ട്. അതിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതങ്ങ് ചീഞ്ഞു പോയതിനു ശേഷം ഇത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇത് കിളിച്ച് പിന്നെ വരികയില്ല. നമുക്ക് നല്ലൊരു വളവും കൂടി ഇതിനകത്ത് കിട്ടും. ഇതുമാണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിൽ നല്ല ഈ ഹോള് നോക്കി നല്ല പീസ് കല്ലുകൾ പറക്കി വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം മണ്ണ് നമുക്ക് ഇതിൽ കൂടെ പോവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇവിടെ കെട്ടി നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് ഇതുപോലെ കല്ലുകൾ ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കല്ലോ അല്ലെങ്കിൽ ചെറിയ മെറ്റിലോ ഓടിന്റെ കഷ്ണോ എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഇത് വെള്ളം കെട്ടി നിന്ന് ഈ ചെടിയുടെ വേര് ചീഞ്ഞു പോകാതിരിക്കാൻ സാധിക്കും. ഇത് നമ്മൾ എടുത്തു വെച്ച വളം എല്ലാം കൂടെ മണ്ണിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിന് ഞാൻ എടുത്തേക്കുന്ന മണ്ണ് 2 ആഴ്ച കുമ്മായമിട്ട് വെച്ച മണ്ണാണ്. അതിലേക്കാണ് നമ്മൾ ഈ വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതിന്റെ അടിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഒരു മണ്ണ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ജൈവ സെളറിക്ക് ഉപയോഗിച്ച പച്ചിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ അല്പം മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ മണ്ണിട്ടതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചെറിയ പീസുകളാക്കിയ തൊണ്ട് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പ്ലാന്റിൽ പെട്ടെന്ന് റൂട്ട് വരാൻ നല്ലപോലെ വരാൻ ഇത് സഹായിക്കും. ഇതുപോലെ ഒരു ലെയറായിട്ട് ചെറിയ തൊണ്ട് പീസുകളാക്കി ഇതിനകത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇതിനകത്ത് നടുന്ന ചെടി പെട്ടെന്ന് വേരുകൾ നല്ലപോലെ പടർന്ന് പിടിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് പോട്ടി മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗം നോക്കി നമ്മളൊരു ചെറിയ കുഴി പോലാക്കുക. ഇവിടാണ് നമ്മൾ നമ്മുടെ ചെടി നടുന്നത്. ഇത് വാമ. മുമ്പത്തെ വീഡിയോയിലെല്ലാം ഞാൻ ഈ വാമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിളകൾക്കും നമുക്ക് ഇതിന് പോഷകങ്ങൾ ലഭ്യതയും വേര് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും സാധ്യമാകുന്നതാണ് ഈ ഫോസ്ഫറസ് ജീവാണുവളം അഥവാ വാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വിയറ്റ്നാം മാൾട്ട ഓറഞ്ചിന്റെ തൈ നട്ടു കൊടുക്കാം. ഇതിന്റെ കവർ ഇളക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇതിന്റെ വേരൊന്നും പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. ഇത് ബഡ് തൈയാണ്. കണ്ടില്ലേ, ഇവിടെ ബഡ് ചെയ്ത ഭാഗത്ത് ഫംഗിസൈഡ് തേച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോട്ട് ചെയ്യുമ്പോഴായാലും തറയിൽ നട്ടാലും ഈ ബഡിന്റെ ഭാഗം മുകളിൽ നിൽക്കണം. ഇതിന് മുകളിലോട്ട് നമ്മുടെ പോട്ടി മിക്സ് ഇടരുത്. അപ്പോൾ അത് നമുക്ക് ഈ ബഡിന്റെ ഗുണം ചെയ്യത്തില്ല. വേറെ ഇതിനടിയിൽ കൊടുത്തേക്കുന്ന ഇതിൻ്റെ ഇത് കിളിച്ച് വരത്തുള്ളൂ, കായ്ക്കുകയില്ല. ഇത് നടുമ്പോൾ നമ്മൾ പെയ്യെ അല്പം മണ്ണ് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ടില്ലേ എൻ്റെ റൂട്ട് പൊട്ടിപ്പോകാതെ അല്പം മണ്ണ് മാറ്റിയിട്ട് വേണം നമ്മുടെ ഇതിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും അല്പം മണ്ണ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്ന മണ്ണ് ഇതിന് താഴ്ഭാഗം മാത്രമേ നിൽക്കാവൂ. ഈ ബഡ് ചെയ്ത ഭാഗത്തോട്ട് മണ്ണ് ഇട്ട് കൊടുക്കരുത് ഒരു കാരണവശാലും. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, നമ്മൾ ബഡ് ചെയ്തതിൻ്റെ താഴ്വശം വരെ മാത്രമാണ് നമ്മുടെ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഇതാക്കി കൊടുക്കുക. പോട്ടിലും ഡ്രമ്മിലും നമ്മൾ ചെടികൾ പ്ലാന്റ് ചെയ്യുമ്പോൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുള്ളായിട്ട് കവർ ചെയ്ത് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തിന് താഴായിട്ടാണ് നമ്മളിത് നട്ട് വെച്ചേക്കുന്നത്. അപ്പം നമുക്കിത് കിളിച്ച് കഴിയുമ്പോഴത്തേന് പുതിയ കിളിപ്പുകൾ വന്നതിന് ശേഷം നമുക്കിതിൻ്റെ വളങ്ങളും മണ്ണും
അല്പം അല്പം മിക്സ് ചെയ്ത് നമുക്കിതിനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അത് നമ്മുടെ ചെടി നല്ലപോലെ വളരുവാൻ സഹായിക്കും. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. രണ്ട് ദിവസം ഇത് തണലത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇന്ന് ഇതിനെ മാറ്റി നട്ടതിൽ റിപ്പോർട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട് 2 ദിവസം തണലത്ത് വെച്ചാൽ മതി. അതിനുശേഷം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് തന്നെ ഇത് വെക്കാൻ ശ്രദ്ധിക്കണം. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യും ഇതുപോലെ പോട്ടുകളിൽ ഇതുപോലുള്ള വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂര്യപ്രകാശത്തിൽ ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും വരാതിരിക്കും. ബഡ് ചെയ്ത തൈകൾ നട്ടതിന് ശേഷം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബഡ് ചെയ്തതിന് മുകൾ വശത്ത് വരുന്ന കിളിപ്പുകൾ മാത്രമേ നിർത്താവൂ. ബഡ് ചെയ്തതിൻ്റെ അടിവശത്ത് വരുന്ന കിളിപ്പുകൾ നിർത്താൻ പാടില്ല. അങ്ങനെ വരുന്ന കിളിപ്പുകൾ നമ്മൾ അടർത്തി കളയാൻ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ബഡ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് വരുന്നതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സുകളൊന്നും ലഭിക്കുകയില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അപ്പോൾ അടുത്തുള്ള ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.